ലണ്ടൻ ഐ കാണാൻ പോയാലോ? ഞങ്ങൾ രാവിലെ ലണ്ടൻ ഐ കാണാൻ പോവാണ്. ജോക്കുട്ടനെ കാത്തിരിക്കുകയാണ്. ജോക്കുട്ടൻ വാതിലടയ്ക്കാം, ഞാൻ വാതിൽ തുറക്കാം, ഞാൻ വാതിലടയ്ക്കാം. ഞാൻ ബിഗ് ആയില്ലേ അമ്മേ എന്നാണ് ജോക്കുട്ടൻ ചോദിക്കുന്നത്. ഞാൻ എന്തിനാ ഓടുന്നതെന്ന് പോലും അറിയാതെ എൻ്റെ പുറകെ ഓടുകയാണ് ജോ. നമുക്കിവിടുന്ന് ലണ്ടൻ ബ്രിഡ്ജിലേക്കായാലും ലണ്ടൻ ഐയിലേക്കായാലും ഏകദേശം ഹാഫ് ആൻ അവർ ട്രാവലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ലണ്ടൻ ഐയിലെത്തി. നമ്മൾ ഈ നിൽക്കുന്ന ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഈ കാണുന്ന ലണ്ടൻ ഐ ഉള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡിലാണ് യുകെയിലെ ഏറ്റവും വലിയ, ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള ഈ കാണുന്ന ബിഗ് ബെൻ. ഏകദേശം 76 മീറ്റർ എന്തോ ഉണ്ട് ഈ ബിഗ് ബെൻ എന്ന് പറയുന്നത്. ഇതിനകത്തൊരു വലിയ മണിയുണ്ട്, അതുകൊണ്ടാണ് അതിന് ബിഗ് ബെൻ എന്ന പേര് വന്നത്. എലിസബത്ത് രാജ്ഞിയുടെ ഡയമണ്ട് ജൂബിലിയുടെ സമയത്ത് ഇതിന് എലിസബത്ത് ടവർ എന്നും കൂടി പേര് കൊടുത്തു. ഇതിൻ്റെ തൊട്ടടുത്താണ് വെസ്റ്റ്മിൻസ്റ്റർ കത്തീഡ്രലും നമ്മുടെ ബക്കിംഗ്ഹാം പാലസും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും അടുത്ത അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ സ്ട്രീറ്റ്സിലൊക്കെ ഇതുപോലെ പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ഒരു വരുമാന മാർഗമായിട്ടാണ് അവരിങ്ങനെ പെർഫോം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പോലെയല്ല, ഇവർ നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യും. കാരണം അയാൾ എടുക്കുന്ന ആ എഫേർട്ട് കണ്ടോ. ഒരു റോളറിൻ്റെ മേളിൽ അയാൾ ആ ബാലൻസ് ചെയ്ത് ബോക്സുകൾ വെച്ച് അതിൻ്റെ മേളിൽ നിന്നാണ് പുള്ളി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അവരത് അപ്രിഷ്യേറ്റ് ചെയ്യും, ഡൊണേഷൻസ് കൊടുക്കും. അതൊരു വരുമാന മാർഗമായിട്ട് കാണും. കുട്ടികളൊക്കെ ഒത്തിരി വന്ന് ഫോട്ടോ എടുക്കും. ഇതേ കണ്ടോ, ജോ ഓടിപ്പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. പുള്ളിയെ സപ്പോർട്ട് ചെയ്യും. പുള്ളി ഫോട്ടോ എടുക്കാൻ കുട്ടികളുടെ കൂടെ നിന്ന് കണ്ട ഫോട്ടോ എടുത്ത് വീഡിയോസ് എടുത്ത് നമ്മൾ സംഭാവനകൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അതൊക്കെ ചെയ്യും കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ നമ്മുടെ കനറി വാർഫിലേക്ക് വന്നു.